ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഇത് ബാബിലോൺ മിത്തോളജിയിൽ കാണുന്ന ദൈവസങ്കല്പങ്ങൾ പോലെയുള്ള ദൈവമല്ല ഇസ്രായേലിൻ്റെ ദൈവം. കാരണം ഏക ദൈവം, ആ ദൈവത്തിൻ്റെ ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ആ വചനമാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിയുടെ അനുഭവമായിട്ട് മാറുന്നത്. ഈ മനുഷ്യൻ സൃഷ്ടവസ്തുക്കളെ സമർപ്പിക്കുന്ന അനുഭവമാണ് സാബത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്ത എപ്പിസോഡിലേക്ക് പ്രവേശിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിയുടെ വിവരണത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹത്തോടുകൂടി സൃഷ്ടിച്ചു എന്നുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുക. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുതലിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ആരംഭിക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ സൃഷ്ടിയുടെ വിവരണത്തെക്കുറിച്ച് പ്രതിപാദിച്ചപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കണ്ടത് ഒന്നാം ദിവസം നാലാം ദിവസവുമായും, രണ്ടാം ദിവസം അഞ്ചാം ദിവസവുമായും, മൂന്നാം ദിവസം ആറാം ദിവസവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് എന്ന് കണ്ടു. സൃഷ്ടി എന്ന് പറയുന്നത് കേവലം ഉണ്ടാകുന്നതല്ല, മറിച്ച് അതിൻ്റെ ഉപയോഗം എന്താണ് എന്ന് ജനത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ ചെയ്യുന്നത്. സയൻസിൽ നിന്നും വ്യത്യസ്തമായി ഓരോ സൃഷ്ടവസ്തുക്കളുടെയും, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൂര്യൻ്റെയും നക്ഷത്രത്തിൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ ഉപയോഗം എന്താണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് സൃഷ്ടിയുടെ വിവരണം നമുക്ക് നൽകുക. രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥകാരൻ ഈ സൃഷ്ടിയുടെ വിവരണത്തിൽ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം ബാബിലോൺ മിത്തോളജിയിൽ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് സൃഷ്ടി വിവരണം നടത്തുക. കാരണം ഇത് എഴുതപ്പെടുന്നത് ബാബിലോൺ പ്രവാസ കാലഘട്ടത്തിലാണ്. ആയതിനാൽ ആ പ്രവാസ കാലഘട്ടത്തിലെ മിത്തോളജിയിൽ ആളുകളുടെ മനസ്സിൽ തറച്ചിരുന്ന, പ്രത്യേകിച്ച് 50 വർഷം അവർ താമസിച്ചപ്പോൾ അവരുടെ മനസ്സിലൊക്കെ രൂപപ്പെട്ടു വന്ന മിത്തോളജിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് ഈ വിവരണം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഗ്രന്ഥകാരൻ അഫയം ചെയ്യുന്ന ഒരു കാര്യം, ഇത് ബാബിലോൺ മിത്തോളജിയിൽ കാണുന്ന ദൈവസങ്കല്പങ്ങൾ പോലെയുള്ള ദൈവമല്ല ഇസ്രായേലിൻ്റെ ദൈവം. കാരണം ബാബിലോൺ മിത്തോളജിയിൽ എനൂമ എലീഷ് എന്ന് പറയുന്ന സ്റ്റോറിയിൽ ഗിൽഗമേഷിൻ്റെ എപ്പിക്കുകളിൽ പ്രധാനമായിട്ടും കാണുന്നത് ദൈവങ്ങൾ തമ്മിലുള്ള യുദ്ധം, അതാണ് സൃഷ്ടിയുടെ ഉത്ഭവമെന്ന് പ്രധാനമായിട്ടും പറയുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2 ദേവന്മാരായിരുന്നു ബാബിലോൺ ഉണ്ടായിരുന്നത്, അപ്സു, തിയാമത്ത്. അവർ തമ്മിലുള്ള യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിന് തന്നെ കാരണമായി തീർന്നത് എന്ന് ബാബിലോൺ ജനത വിശ്വസിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഈ പുസ്തകം എഴുതപ്പെടുക. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥകാരൻ പറയുന്നത് ദൈവങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, ദൈവങ്ങളുടെ ഒരു കൂട്ടായ്മയല്ല ഒരു സൃഷ്ടിയുടെ കാരണമായിട്ട് മാറിയിരിക്കുന്നത്, മറിച്ച് ഏക ദൈവം, ആ ദൈവത്തിൻ്റെ ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ആ വചനമാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിയുടെ അനുഭവമായിട്ട് മാറുന്നത്. ഇവിടെ വിശുദ്ധ ഗ്രന്ഥകാരൻ നൽകുന്ന ഏറ്റവും വലിയ പാഠം മോണോതെയിസം അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസം ജനതയുടെ ഇടയിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. സൃഷ്ടിയുടെ വിവരണത്തിലൂടെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവമാണ് ഏക ദൈവവിശ്വാസം. ഒറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവമാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. മറ്റു ദേവന്മാരോ ദേവതകളോ ഒന്നുമല്ല നമ്മളൊക്കെ രൂപം നൽകിയിരിക്കുന്നത്. ആ ദൈവത്തോടുള്ള ബന്ധമാണ് ഒരു ജനതയുടെ ജീവിതത്തിന് ആധാരമായിട്ട് നിൽക്കുന്നത് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് സൃഷ്ടി വിവരണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമതായി, ആ കാലഘട്ടങ്ങളിൽ എല്ലാറ്റിനെയും ദേവന്മാരും ദേവതകളുമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആകാശത്തെ നക്ഷത്രങ്ങളെ ദേവന്മാരായും, സൂര്യനെ ദേവനായും, ചന്ദ്രനെ ദേവനായും, അതുപോലെ തന്നെ ജലത്തെ ദേവതയായും മനസ്സിലാക്കിയിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ പറയുകയാണ്, ഇതൊന്നും ദേവന്മാരല്ല, ഇതൊക്കെ സൃഷ്ടികൾ മാത്രമാണ്. ഒറ്റ ദൈവമേ ഉള്ളൂ,
അത് ഏകദൈവമായ സൃഷ്ടകർത്താവായ യഹോവ തന്നെയാണ്. ആ ദൈവത്തിലുള്ള വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ ജനത്തെ വിശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ കാണുക. അപ്പം ഈ രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഈ വിശുദ്ധമായ സൃഷ്ടിയുടെ വിവരണത്തിൽ വിശുദ്ധ ഗ്രന്ഥകാരൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ചാണ്. എന്താണ് മനുഷ്യൻ്റെ സൃഷ്ടിയുടെ പ്രത്യേകത? അത് പ്രധാനമായിട്ടും പ്രതിപാദിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴും അതുപോലെ തന്നെ മൃഗങ്ങളെ സൃഷ്ടിക്കുമ്പോഴും വർദ്ധിച്ചു പെരുകുക എന്നാണ് പറയുന്നത്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൻ്റെ രീതി വളരെ മനോഹരമായിട്ടാണ് 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. നമുക്ക് എന്ന് തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട് 1-ാം അധ്യായം 26-ാമത്തെ തിരുവചനത്തിൽ. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. നമുക്ക് എന്ന് പറയുന്ന ഒരു പ്രയോഗം പലപ്പോഴും പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. അത് പൂജക ബഹുവചനമായും അല്ലെങ്കിൽ എലോഹീം എന്നുള്ള വാക്കിൻ്റെ പ്ലൂറൽ ഫോമായും ഒക്കെ ഇതിനെ ഉപയോഗിക്കാറുണ്ട്. എന്നിരുന്നാൽ തന്നെയും പലപ്പോഴും ക്രൈസ്തവ കാഴ്ചപ്പാടെടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഈ വചനഭാഗത്തെ ഈ വാക്കിനെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന ത്രിത്വത്തിൻ്റെ സാന്നിധ്യത്തെയാണ്. ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് സൃഷ്ടിയുടെ അനുഭവത്തിലൂടെ കാണുന്നത് എന്ന് ക്രൈസ്തവ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു സൃഷ്ടിയുടെ വിവരണം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ രാജ്യത്വത്തെ പ്രഖ്യാപിക്കുന്ന ഒരു വിവരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ദൈവം രാജാവാണ്. രാജാവിൻ്റെ പ്രയോഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ മാത്രമല്ല, 3-ാം അധ്യായത്തിലെ 22-ാമത്തെ തിരുവചനത്തിലും ഇതേ ഭാഗം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം മനുഷ്യനെ ശിക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ അവിടുന്ന് പറയുന്നു, മനുഷ്യത നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. അതിനാൽ ഇനി അവൻ കൈനീട്ടി ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ചു നിന്ന് അമർത്യനാകാനിടയാകരുത്, നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. നാം എന്ന് പറയുന്ന ആ പ്രയോഗം വീണ്ടും ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇനി 2-ാമത്തെ ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു? തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ഹെബ്രായ ഭാഷയിൽ ഇത് പറയുന്നത് ബെത്സൽമോ കെദമൂത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ ഇമേജ്, ലൈക്ക് ദ ലൈക്ക്നെസ്, അല്ലെങ്കിൽ ആസ് ലൈക്ക്നെസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ ഛായയിലാണ് സൃഷ്ടിച്ചത്. ആ ഛായ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് സാദൃശ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അല്ലാതെ രണ്ട് വാക്കുകളല്ല അവിടെ. ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ പലരും അതിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. പ്രത്യേകിച്ച് സഭാപിതാക്കന്മാർ പറയുന്നത് മറ്റൊരു ഭാഷ്യമാണ്. ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഛായ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ രൂപമാണ്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഛായ എന്ന് പറയുന്നെങ്കിൽ, സാദൃശ്യമെന്ന് പറയുന്നത് ദൈവത്തിലേക്ക് എത്താനുള്ള വഴിയായിട്ടാണ് പറയുന്നത്. എന്നിരുന്നാലും വിശുദ്ധ ഗ്രന്ഥം അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ ഛായയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് ആ ഛായ തന്നെയാണ് കർത്താവിൻ്റെ പ്രതിരൂപമായിട്ട് നിൽക്കുക. എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചത്? എങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചു? സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ചു. അവിടെയും ഒരു ബന്ധമുണ്ട്. സ്ത്രീ പുരുഷ ബന്ധത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഇനി മനുഷ്യന് കൊടുക്കുന്ന അധികാരം എന്താണ്? അവൻ അധികാരം കൊടുക്കുന്നു. എല്ലാ സൃഷ്ടവസ്തുക്കളുടെ മേലും അധികാരം കൊടുക്കുകയാണ്. ആകാശത്തിലെ പക്ഷികളുടെ മേൽ, ഭൂമിയിലെ മൃഗങ്ങളുടെ മേൽ, വെള്ളത്തിൽ ഉള്ള മത്സ്യങ്ങളുടെ മേൽ, ജലജന്തുക്കളുടെ മേലൊക്കെയുള്ള അധികാരം ദൈവം മനുഷ്യന് കൊടുക്കുകയാണ്. ഈ അധികാരം നൽകിയിട്ട്, ഈ അധികാരം എന്തിനു വേണ്ടിയിട്ടുള്ള അധികാരമാണ്? പലപ്പോഴും നമ്മൾ ഈ അധികാരത്തെ മിസ്യൂസ് ചെയ്യാറുണ്ട്. എല്ലാം കൊന്നു തിന്നുന്ന അധികാരം അതല്ല. യഥാർത്ഥത്തിൽ ദൈവം മനുഷ്യനെ അധികാരം കൊടുത്തിരിക്കുന്നത് അത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടും 15-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്ന ഇപ്രകാരമാണ്: ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു.
രണ്ട് വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏദൻ തോട്ടം സംരക്ഷിക്കുക, ഹെബ്രായ ഭാഷയിൽ ഷെമാർ എന്നും, കൃഷി ചെയ്യുക എന്നാണ് രണ്ടാമത്തെ വാക്ക്. അതിന് കൊടുത്തിരിക്കുന്നത് അവാദ് എന്നാണ്. രണ്ടിൻ്റെ അർത്ഥം വ്യത്യാസമുണ്ട്. ഷെമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു കീപ്പ്, സംരക്ഷിക്കുക. എന്നാൽ രണ്ടാമത്തെ അർത്ഥം സർവീസാണ്. ദൈവം മനുഷ്യനെ ഈ ഭൂമിയിലാക്കിയത് സംരക്ഷിക്കാനും, ഈ ഭൂമിയെ സംരക്ഷിക്കാനും അതിനെ ശുശ്രൂഷിക്കാനുമാണ്. അല്ലാതെ അധികാരം പ്രാപിക്കാൻ വേണ്ടിയിട്ടില്ല, അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടില്ല. എങ്ങനെയാണ് മനുഷ്യൻ ഈ ഭൂമിയെ ശുശ്രൂഷിക്കേണ്ടത്? ദൈവത്തിങ്കലേക്ക് എത്തി നിൽക്കത്തക്ക രീതിയിൽ വേണം മനുഷ്യൻ ഭൂമിയെ ശുശ്രൂഷിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ആറാമത്തെ ദിവസത്തിൻ്റെ ഈ ജോലികളെല്ലാം അവസാനിപ്പിച്ചതിന് ശേഷം ദൈവമായ കർത്താവ് വിശ്രമത്തിനായിട്ട് പോകുന്നതായി ഏഴാമത്തെ ദിവസത്തെ അവതരിപ്പിച്ചിരിക്കുക. എന്താണ് ഏഴാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത? ദൈവം വിശ്രമിക്കുന്നു. ശബ്ബാത്ത് എന്നാണ് സാധാരണയായിട്ട് ഇതിനെ പറയുന്നത്. വിശ്രമം എന്നാണ് അർത്ഥം. യഥാർത്ഥത്തിലുള്ള വിശ്രമം എന്താണ്? യഥാർത്ഥത്തിലുള്ള വിശ്രമം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ സമർപ്പിക്കുന്ന അനുഭവത്തെയാണ്. അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ തൻ്റെ സൃഷ്ടവസ്തുക്കളെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ അവയെ ശുശ്രൂഷിക്കുകയും ചെയ്തതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ ഈ സൃഷ്ടവസ്തുക്കളെ സമർപ്പിക്കുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് സാബത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഒന്നുകൂടെ പറയാം. അതായത് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, തൻ്റെ ഛായയിൽ രൂപപ്പെടുത്തിയ മനുഷ്യൻ, അക്കോർഡിംഗ് ടു ദ ലൈക്ക്നെസ്, തൻ്റെ സാദൃശ്യത്തിൽ രൂപപ്പെടുത്തിയ മനുഷ്യൻ, ആ മനുഷ്യന് ദൈവം അധികാരം കൊടുത്തു ഈ ഭൂമിയിൽ എല്ലാറ്റിനെയും സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനുമുള്ള അധികാരം കൊടുത്തു. അങ്ങനെ സംരക്ഷിച്ചും ശുശ്രൂഷ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഈ മനുഷ്യൻ സൃഷ്ടവസ്തുക്കളെ സമർപ്പിക്കുന്ന അനുഭവമാണ് സാബത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അതുകൊണ്ട് ഈ സാബത്തിൻ്റെ പ്രത്യേകത അത് വളരെ വലുതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ 7-ാം ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാം എന്നുള്ളതല്ല സാബത്തിൻ്റെ അർത്ഥം. ഈ സാബത്തിൻ്റെ ചൈതന്യമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധഗ്രന്ഥം മുഴുവനും കിടക്കുന്നത്. അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിങ്കിലേക്കുള്ള മനുഷ്യൻ്റെ യാത്രയാണ് യഥാർത്ഥത്തിൽ സാബത്ത്. ഈ വചനഭാഗത്തെ പ്രത്യേകിച്ച് ഇതൊരു തിയോളജിക്കൽ കമൻട്രി ആയതുകൊണ്ട്, തിയോളജിക്കൽ ഹിസ്റ്ററി ആയതുകൊണ്ട്, ബൈബിളിൻ്റെ ദൈവശാസ്ത്രപരമായിട്ടുള്ളതിൻ്റെ വശമായതുകൊണ്ട് ഈ വിശുദ്ധഗ്രന്ഥ ഭാഗങ്ങളെല്ലാം തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ദൈവശാസ്ത്രത്തെ അവതരിപ്പിക്കുകയാണ്. എന്താണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സാബത്തിൻ്റെ ദൈവശാസ്ത്രം? സാബത്തിനൊരു പ്രത്യേക ദൈവശാസ്ത്രമുണ്ട്. നമ്മൾ കണ്ട ആദ്യത്തെ ഈ ദൈവശാസ്ത്രം തന്നെ. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശമാണ് പുറപ്പാടിൻ്റെ അനുഭവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. മോശയെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തു. ആ മോശ വഴിയായി ദൈവം സൃഷ്ടിച്ച സൃഷ്ടവസ്തുക്കളെ, പ്രത്യേകിച്ച് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തെ ദൈവമായ കർത്താവ് മോശയിലൂടെ മോചിപ്പിച്ച് അവരെ ഞാങ്ങണകളുടെ കടലായ ചെങ്കടൽ കടത്തി അതിലൂടെ അവരെ നയിച്ച് കാനാൻ ദേശത്തേക്ക്, സീനായ് മലയുടെ അടിവാരത്തിൽ നിന്ന് നിയമങ്ങളൊക്കെ സ്വീകരിച്ച് കാനാൻ ദേശത്തേക്ക് ജോഷുവയുടെ നേതൃത്വത്തിൽ അവരെ കൊണ്ടുവന്ന് എത്തിക്കുന്ന സംഭവത്തിന് പറയുന്ന പേരാണ് സാബത്ത് എന്നതോട് ഉദ്ദേശിക്കുക. അപ്പോൾ ഇസ്രായേലിൻ്റെ ജീവിതയാത്ര സാബത്തിൻ്റെ അനുഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുക. മോശ പ്രത്യേകമായ രീതിയിൽ ജനത്തെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ബലിയർപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നു, ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു, വാഗ്ദാനത്തിൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. ഇതാണ് സാബത്ത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുറപ്പാടിൻ്റെ ലക്ഷ്യം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ജനത്തെ ഒരുക്കുക എന്നുള്ളതാണ്. അതേ ലക്ഷ്യമാണ് ഈ സാബത്തിൽ നമ്മൾ കാണുക. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടവസ്തുക്കളെ ഒരുക്കുന്ന രംഗമാണ് ഇവിടെ കാണുക. രണ്ടാമതായി വീണ്ടും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വാഗ്ദാന ദേശം നഷ്ടപ്പെട്ട് ബാബിലോണിൽ കിടന്നിരുന്ന ഇസ്രായേൽ ജനത്തെ ദൈവമായ കർത്താവ് പ്രവാചകന്മാരിലൂടെ മോചിപ്പിച്ച് അവർക്ക് ധൈര്യം നൽകി അവരെ വീണ്ടും വാഗ്ദാനത്തിൻ്റെ ദേശമായ ജൂദായിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ദൈവത്തിന് ബലിയർപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ജനം സാബത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നു. മൂന്നാമതായി
ഈ പുതിയ നിയമത്തിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ രൂപമായ ഇമേജും ലൈക്നെസ്സുമായ ഈശോയാകുന്ന വ്യക്തി തന്നെ ഏൽപ്പിച്ചിരുന്ന എല്ലാ ജനതകളെയും കർത്താവിൻ്റെ മുമ്പിൽ, പിതാവായ ദൈവത്തിന് മുമ്പിൽ തൻ്റെ പീഡാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും സ്വർഗാരോഹണത്തിലൂടെയും ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന സമർപ്പണമാണ് യഥാർത്ഥത്തിൽ സാബത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ സാബത്തിൻ്റെ അനുഭവം ഒരു ദൈവശാസ്ത്ര അനുഭവമാണ് എന്നതാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുക. അത് അങ്ങനെ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിലെ സൃഷ്ടി വിവരണത്തെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സൃഷ്ടി വിവരണത്തിലൂടെ നമ്മൾ കാണുന്നത് പല ദൈവശാസ്ത്ര തത്വങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഏകദൈവത്തിലുള്ള വിശ്വാസത്തെ അധിഷ്ഠിതമാക്കി ഇസ്രായേൽ ജനതയെ ദൈവമാണ് രക്ഷകൻ, ദൈവമാണ് സൃഷ്ടാവ് എന്നുള്ള ആശയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവിക അനുഭവം. ഈ ഒരു അനുഭവത്തിൽ മറ്റു ദേവന്മാരോ ദേവതകളോ ഒന്നുമല്ല പ്രധാനപ്പെട്ടത്, ഏക ദൈവം കർത്താവാണെന്നുള്ള ആ അസന്നിഗ്ധമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് സൃഷ്ടിയുടെ വിവരണം കൊണ്ട് ഉദ്ദേശിക്കുക. ആ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം, അതാണ് പ്രാർത്ഥന, അതാണ് സമർപ്പണം. ആ സമർപ്പണമാണ് സാബത്ത്. ഇനി കടന്നു വരുന്ന 2-ാമത്തെ അധ്യായത്തിലെ അതിമനോഹരമായിട്ടുള്ള ഭാഗമാണ് ഏദൻ തോട്ടം എന്ന് പറയുക. ഏദൻ തോട്ടം വളരെ രസകരമായിട്ടുള്ള അനുഭവമാണ്. അവിടുത്തെ പഴമാണ് നമുക്കിപ്പോഴും രുചികരമായിട്ട് നിൽക്കുക. ആപ്പിള്, ആദം കടിച്ച ആപ്പിള് ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പ്രത്യേകത. പോട്ടെ, എന്തു തന്നെയായാലും നമുക്ക് ഏദൻ തോട്ടത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാം. എന്താണ് ഏദൻ തോട്ടം? പേർഷ്യൻ സംസ്കാരത്തിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ഒരു പദമാണ് പറുദീസ. പറുദീസ എന്ന വാക്ക് പേർഷ്യൻ സംസ്കാരത്തിൽ നിന്ന് കടന്നു വന്നിരിക്കുകയാണ്. എന്നാണ് പേർഷ്യൻ സംസ്കാരം ആരംഭിക്കുക? 537 BC പേർഷ്യൻ സംസ്കാരം ആരംഭിക്കുന്നത്. അത് അവസാനിക്കുന്നത് 333 BC. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഈ ഏൻഷ്യൻ നിയർ ഈസ്റ്റിനെ മുഴുവനെയും തൻ്റെ പിടിയിലാക്കുന്ന സമയമാണ് 333 BC. ഹെലനിസ്റ്റിക് ഈറ അല്ലെങ്കിൽ ഗ്രീക്ക് സംസ്കാരം വളരുന്ന സാഹചര്യം, അവിടെയാണ് പേർഷ്യൻ സംസ്കാരം അവസാനിക്കുന്നത്. പേർഷ്യൻ സംസ്കാരം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള സൊറാസ്ട്രിയനിസം എന്ന് പറയുന്ന മതം വിഭാഗം അതിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഏഞ്ചലോളജി, മാലാഖമാരെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ, യുഗാന്ത്യോന്മുഖതയെക്കുറിച്ചുള്ള ലിറ്ററേച്ചറുകൾ, ഇങ്ങനെയുള്ള പുസ്തകങ്ങളും ഇങ്ങനെയുള്ള പഠനങ്ങളും ഏറെ കൂടുതൽ നടക്കുന്ന സമയമാണ് പേർഷ്യൻ സംസ്കാരം എന്ന് പറയുക. പേർഷ്യൻ സംസ്കാരത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടെയുള്ള രാജാക്കന്മാർക്ക് ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു, ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. ആ പൂന്തോട്ടം വളരെ മനോഹരമായിട്ട് അവർ നട്ടുപിടിപ്പിച്ചിരുന്നു. വെള്ളത്താലും ഒക്കെ നട്ടുപിടിപ്പിച്ച്, ചെടികളാലും ഒക്കെ വെള്ളം കൊടുത്തും ചെടികൾക്ക് വെള്ളം കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും വെച്ച് നട്ടുപിടിപ്പിച്ചിരുന്നു. അതിനെ അവർ വിളിച്ചിരുന്ന പേരാണ് പറുദീസ, പാരഡൈസ് എന്ന്. അപ്പം അങ്ങനെ ഒരു സംസ്കാരത്തിൽ നിന്നാണ്, പേർഷ്യൻ സംസ്കാരത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ പറുദീസ എന്ന വാക്ക് കടന്നു വന്നിരിക്കുക. ഏദൻ തോട്ടത്തിൻ്റെ വിവരണം നമുക്ക് മറ്റ് വിവരണം, ഈ ആദ്യത്തെ 1-ാമത്തെ അധ്യായത്തിലെ വിവരണത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്യമുണ്ടോ? പലപ്പോഴും പല പണ്ഡിതന്മാരും പറയുന്നത് 1-ാമത്തെ ക്രിയേഷൻ അക്കൗണ്ട് എന്നും 2-ാമത്തെ ക്രിയേഷൻ അക്കൗണ്ട് എന്നും ഒക്കെയാണ്. 1-ാമത്തെ ക്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 2-ാം അധ്യായം 4 വരെയുള്ള ഭാഗമാണെങ്കിൽ, 2-ാമത്തെ ക്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് 2-ാമത്തെ അധ്യായം 5 മുതലുള്ള തിരുവചന ഭാഗങ്ങളെയാണ് സൂചിപ്പിക്കുക. രണ്ടും വ്യത്യസ്തമായിട്ടുള്ള 2 ചിന്തകളായിട്ട് അല്ലെങ്കിൽ 2 വിവരണങ്ങളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഒന്നുകൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ, ഒന്നുകൂടെ ആഴമായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിൽ 2 വ്യത്യസ്തങ്ങളായിട്ട് ചിന്തകളുണ്ടോ, അതോ 2 ചിന്തകളെയും ഒന്നിപ്പിക്കുന്നതാണോ ഈ വിവരണം എന്ന് പറയുക? നമുക്കറിയാം, 1-ാമത്തെ വിവരണത്തിൽ ഈ ഏദൻ തോട്ടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല.
ആദ്യത്തെ സൃഷ്ടിവിവരണത്തിൽ ആകാശത്തെയും ഭൂമിയെയും കുറിച്ചാണ് പ്രതിപാദിക്കുക. പിന്നെ എങ്ങനെ ഈ ഏദൻ തോട്ടം വന്നു? നമ്മൾ ചോദിക്കുന്ന ചോദ്യം അതാണ്. ഏദൻ തോട്ടത്തെക്കുറിച്ച് ആദ്യ വിവരണത്തിലില്ല. പിന്നെ എങ്ങനെ ഇത് ഏദൻ തോട്ടം വന്നു? ദൈവം ആദ്യത്തെ സൃഷ്ടിച്ച ആകാശവും ഭൂമിയും അത് ഏദൻ തോട്ടം തന്നെയാണ്. ആ ഏദൻ തോട്ടത്തിൻ്റെ അനുഭവത്തെയാണ് വേറൊരു ഭാഷ്യത്തിലൂടെ ഇത് അവതരിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് പല പണ്ഡിതന്മാരും ഇതിനെ 2 വിവരണങ്ങളായിട്ടാണ് പറയുക. ഒന്നാമത്തെ വിവരണം ഈ പ്രീസ്റ്റ്ലി പാരമ്പര്യം, അതായത് പൗരോഹിത്യ പാരമ്പര്യപ്രകാരം സാപത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉള്ള ഒരു പാരമ്പര്യപ്രകാരം ആണ് ഇത് ഈ ആദ്യത്തെ വിവരണം രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ, രണ്ടാമത്തെ വിവരണം യാഹ്വിസ്റ്റിക് പാരമ്പര്യത്തിലൂടെ കടന്നു വന്നിരിക്കുന്നതാണ്. യഹോവ എന്ന ദൈവത്തിൻ്റെ പാരമ്പര്യത്തിൽ. അങ്ങനെ അതുകൊണ്ട് 2 ഭാഗങ്ങളായിട്ട് 2 വിവരണങ്ങളായിട്ടാണ് ഇത് കാണേണ്ടത് എന്ന് പലരും അഭിപ്രായപ്പെടാറുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് വേറൊരു രീതിയിലാണ്. ആദ്യ സൃഷ്ടി വിവരണത്തിൻ്റെ തുടർച്ച എന്നോണമാണ് ഈ വിവരണത്തെ നമ്മൾ കാണുക. കാരണം ആദ്യ സൃഷ്ടി വിവരണത്തിൽ ആകാശഭൂമിയെ സൃഷ്ടിച്ചു, അതിൻ്റെ ഉള്ളിൽ തന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആ മനുഷ്യന് ഒരു ദേശം കൊടുത്തു. ആ ദേശമാണ് യഥാർത്ഥത്തിൽ ഈ ഏദൻ തോട്ടം. അതാണ് യഥാർത്ഥത്തിൽ വാഗ്ദാന ദേശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ആ ദേശത്ത് അവർ താമസിക്കുകയും ദൈവമായ കർത്താവ് അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുന്നു. ആ വാഗ്ദാന ദേശത്തിൻ്റെ അനുഭവത്തെയാണ് യഥാർത്ഥത്തിൽ ഇനിയുള്ള വാക്യങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുക. അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവനെ വാഗ്ദാന ദേശത്തു കൊണ്ടാക്കി, അവന് പ്രത്യേകമായിട്ടുള്ള ഒരു ദൗത്യം കൊടുത്തു. എന്താണ് ആ ദൗത്യം? സൃഷ്ടിച്ച മനുഷ്യൻ, ഛായയെ സൃഷ്ടിച്ച മനുഷ്യൻ തൻ്റെ എല്ലാ സൃഷ്ടവസ്തുക്കളോടും ചേർത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് ആരാധന അർപ്പിക്കണം. ഇതാണ് അവന് കൊടുത്തിരിക്കുന്ന ദൗത്യം. ആ ദൗത്യമാണ് വാഗ്ദാന ദേശത്തേക്ക് അവനെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. കാരണം വാഗ്ദാന ദേശമാണ് ദൈവമായ കർത്താവ് അവന് കൊടുത്ത സ്ഥലം. അവിടേക്ക് എല്ലാ സൃഷ്ടവസ്തുക്കളെയും കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ സ്ഥലമായ ആ സ്ഥലത്ത് കൊണ്ടുവന്ന് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചിന്തയാണ് ഈ ഏദൻ തോട്ടത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജീവൻ നൽകും വചനം, ജ്ഞാനം നൽകും വചനം.